എന്റെ പുറകിൽ കാണുന്നതാണ് കൊച്ചിൻ ക്യാൻസർ സെന്റർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് ആർഭാടമായിട്ട് ഉദ്ഘാടനം ചെയ്ത സ്ഥലം. പക്ഷേ രോഗികൾക്ക് ചികിത്സ കിട്ടണമെങ്കിൽ കുറച്ചു നാളും കൂടി കാത്തിരിക്കണം. വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു ഉദ്ഘാടനം മാത്രം നടത്തി. സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ഈ കാണുന്നതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. മന്ത്രി പി രാജീവ് വാർത്താ ചാനലുകളെ വിളിച്ചു കൂട്ടി അടുത്ത ഘട്ട നിർമ്മാണം തുടങ്ങിയെന്ന് പറഞ്ഞ സ്ഥലം. തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇതുവരെ ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല. 10 വർഷം മുമ്പ് UDF ഗവൺമെന്റ് എവിടെ നിർത്തിയോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ഈ റോഡ്. ഇതാണ് സീപോർട്ട് റോഡിന്റെ മറുവശത്തെ കാഴ്ച. ഈ കാണുന്നതാണ് മുതലക്കുഴി പാലം. മന്ത്രി പി രാജീവ് നിർമ്മാണോദ്ഘാടനം നടത്തിയ സ്ഥലം. നിർമ്മാണോദ്ഘാടനം മാത്രമേ ഉള്ളൂ, പക്ഷെ നിർമ്മാണം ഇതുവരെ നടന്നിട്ടില്ല. 200 കോടി മുടക്കി സയൻസ് പാർക്ക് വന്നോന്നും പറഞ്ഞുകൊണ്ട് നാട് മൊത്തം ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന പറമ്പാണ് 200 കോടി മുടക്കിയെന്നും പറഞ്ഞ സ്ഥലം. HMT ജംഗ്ഷനിലെ റെയിൽവേ മേൽപ്പാലത്തിലൂടെ ഒരു നടപ്പാത വരുമെന്ന് പറഞ്ഞ് 5 വർഷം ജനങ്ങളെ പറ്റിച്ചു. ഇപ്പോഴും ജീവൻ കയ്യിൽ പിടിച്ചാണ് ആളുകൾ ഇതിലെ പോകുന്നത്. ഈ 5 കൊല്ല കാലയളവിൽ ഒരു പാലമോ റോഡോ ജംഗ്ഷനോ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഫ്ലക്സിൽ മാത്രം വികസനം കൊണ്ടുവരുന്ന ഈ സർക്കാരിന് നമ്മൾ ഒരു തിരിച്ചടി കൊടുക്കണം. ഇനി ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടാന്നുള്ള സഖാക്കളുടെ തന്ത്രം വിലപ്പോകില്ല. നിങ്ങളുടെ നുണപ്രചരണങ്ങൾക്ക് ജനങ്ങൾ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. കാരണം വിപ്ലവ നായകരെ തേടി ചൈനയിലോ ക്യൂബയിലോ പോയവരല്ല നമ്മൾ. ജനിച്ച മണ്ണിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ചവരാണ് നമ്മൾ. ജയ് ഹിന്ദ്.